പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി. മിഡിൽ ഈസ്റ്റിൽ വരും മാസങ്ങളിൽ തൊഴിൽ വിപണി കനത്ത പ്രതിസന്ധി നേരിടാൻ പോകുന്നതായി പുതിയ റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളും യുദ്ധ സാഹചര്യങ്ങളും കാരണമാണ് ഈ അവസ്ഥ. ഇത് പ്രവാസികളെയും പുതുതായി ജോലി അന്വേഷിക്കുന്നവരെയും ബാധിക്കും. പ്രവാസികൾക്ക് എട്ടിന്റെ പണി വരുന്നു. അതെ, തുടരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ അശാന്തമായ അന്തരീക്ഷം നിലനിർത്തുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴേ വലിയ പ്രതിസന്ധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വരും മാസങ്ങളിൽ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ഇത് കനത്ത തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നും പറയപ്പെടുന്നു. മാസങ്ങളായി നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യം സംഘർഷങ്ങളും കാരണമാണ് ഇത്തരമൊരു അവസ്ഥയുണ്ടാകാൻ പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംഘർഷ സാഹചര്യങ്ങൾ കാരണം മിഡിൽ ഈസ്റ്റിലെ മിക്ക കമ്പനികളും പുതിയ നിയമനങ്ങൾ ഒഴിവാക്കുകയാണ്. കൂടാതെ GCC രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ നാട്ടിലേക്കുള്ള പണമയക്കലിനെയും ഇത് ബാധിക്കുന്നുണ്ടെന്നും പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ തൊഴിൽ വിപണിയെ ഇത് താറുമാറാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പൊതു സ്വകാര്യ മേഖലകളിലെ സാമ്പത്തിക വിദഗ്ധരുമായി നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ചീഫ് എക്കണോമിസ്റ്റുകളുടെ ഔട്ട്ലുക്ക് റിപ്പോർട്ടാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നത്. അതായത് 74% ആളുകളും അടുത്ത 12 മാസത്തിനുള്ളിൽ മിഡിൽ ഈസ്റ്റിൽ വളരെ ദുർബലമായ തൊഴിൽ വളർച്ച മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു. കൂടാതെ വ്യാപാരം, ടൂറിസം, വിദേശ നിക്ഷേപം തുടങ്ങിയ മേഖലയിലെല്ലാം നിലവിലെ സംഘർഷങ്ങൾ കാരണം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ അപകടത്തിലാണെന്നും മുന്നറിയിപ്പുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ച് വലിയ അറിയിപ്പുകൾ എത്തിയിരുന്നു. എന്നാൽ ഇനിയുള്ള അവസ്ഥ അതിലും ഭയാനകമാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ വലിയൊരു നേട്ടമുണ്ടാകുമെന്ന് കരുതിയിരുന്ന സ്ഥാനത്താണ് ഇന്ന് വലിയൊരു തിരിച്ചടി നേരിടാൻ പോകുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. സമീപകാലത്തുണ്ടായ കനത്ത യുദ്ധ സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിനുള്ള കാരണം. പ്രതിസന്ധികൾ എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രയും പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഗൾഫിലെ സ്വകാര്യ മേഖലയിലെ 76% മുതൽ 95% വരെ വിദേശത്തു നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗൾഫ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ പോലും പ്രവാസികൾ നാട്ടിലേക്ക് പണമയക്കുന്നതിനെ ബാധിക്കും. മാത്രമല്ല, ഇത് പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പുതുതായി ജോലി അന്വേഷിക്കുന്നവർക്കും വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ അവസ്ഥ സൃഷ്ടിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന സാമ്പത്തിക മേഖലയായി കണക്കാക്കിയിരുന്ന പല മേഖലകളിലും യുദ്ധം കാരണം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നതെന്നും സർവേ പറയുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.